ഞങ്ങളുടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരുടെയും ഇപ്പൊ അമീറിന്റെ കല്യാണം കഴിഞ്ഞപ്പം അല്ലാണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ വീട്ടിൽ 5 പേരുണ്ടായിരുന്നേ. അനിയനും ഞാനും പാപ്പായും ഉമ്മായും ഒക്കെയായി. പക്ഷെ ഞങ്ങളുടെ 4 പേരുടെ വെഡിങ് ആനിവേഴ്സറി ഒരു ദിവസമായിരുന്നു. അനിയൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അനിയൻ ഒറ്റപ്പെട്ടു വെഡിങ് ആനിവേഴ്സറി വരുമ്പോഴേ. കാരണം ഞങ്ങൾ 4 പേർക്കും ആഘോഷമല്ലേ. പിന്നെ കൂട്ടത്തിൽ പിന്നെ അവനും കൂടെ അങ്ങ് ആഘോഷിക്കും. അത്ര മാർച്ച് 4 എന്റെ ജീവിതത്തിലെ കരിദിനമാണ്. എന്നാ കാര്യം പറ, അതെനിക്ക് കേൾക്കണം. എന്താണ് അതെനിക്ക് കേൾക്കണം. എന്താണ് കരിദിനം എന്ന് പറ, എന്നാന്ന് കേക്കട്ടെ. മാർച്ച് 4 എന്ത് പറ്റുന്ന അറിയണമല്ലോ അല്ലേ? ചിലപ്പോ നമ്മുടെ കല്യാണത്തിന്റെ കാര്യം ഓർത്തിട്ടായിരിക്കും. മാർച്ച് 3 എന്റെ അതറിയാം. മാർച്ച് 3 ജനിച്ച സുന്ദരിയായ താത്ത അല്ലേ? അതെ, ഷംനാത്ത. മാർച്ച് 3 ഇത്ത എന്റെ കൂടെ ഒരു ഫ്രണ്ട് 2 വരട്ടെ. മാർച്ച് 23 എന്റെ ബർത്ത്ഡേ. നമ്മള് സെയിം ആണ്. നമ്മളെ പേര് സെയിം, ജനിച്ച മന്ത് സെയിം. ഞാൻ അനൗൺസ്മെന്റ് ചെയ്യാം. മാർച്ചിൽ 3 ജനിച്ച നിങ്ങൾക്കും മാർച്ച് 23 ജനിച്ച എൻ്റെ ഭാര്യയ്ക്കും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. പോരെ? മാർച്ചിൽ 3 ജനിച്ചവർക്കും മാർച്ചിൽ 23 ജനിച്ചവർക്കും എൻ്റെ വക ഹാപ്പി ബർത്ത്ഡേ. ഒരു കേക്ക് വാങ്ങിയാൽ മതിയല്ലോ നിങ്ങൾക്ക്? ഓ മതിയേ. ഇനി ലൈവ് വരുമ്പോ ഉറക്കം തീർത്തിട്ട് വന്നോണം. ഇക്കായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കും. ഇക്കായിട്ട് ചേർന്ന് അപ്പൊ ഉറക്കം വരും. ഇക്കാനടുത്തിരിക്കുന്നുണ്ട് ഉറക്കം വരാം. നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോഴേ നമ്മൾ ഉറങ്ങുന്നത് കേട്ടിട്ടില്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇങ്ങനെ കംഫർട്ട് സോണിൽ. അങ്ങനെ ഒരു കാര്യം ചെയ്യും. ഇവിടുത്തെ മെത്തയും ഇതൊക്കെ എടുത്ത് ദൂരക്കുള്ള നിങ്ങളുടെ കയറിയാൻ കിടന്നു. വേണം മെത്ത ഇടുന്നത്. അവിടെ കിടന്നുണ്ട്. ഇവിടെ പറഞ്ഞ കണക്ക് ചെയ്യുന്നവളാ. അല്ലെ ഇനി കത്തി വെച്ച് അതും കൂടെ ചെയ്യിപ്പിക്കും. മെത്തയൊക്കെ അവിടെ കിടന്നുണ്ട്. മെത്ത മാറ്റണോ? വേണ്ട മെത്ത എല്ലാം അവിടെ കിടന്നു. വേണം ഒരു മെത്തയുടെ മേടിച്ചിട്ട് മാറ്റണോ? ഇവിടെ ഇരുന്നിട്ടാണോ കോട്ട്? ഇവിടെ ഇരിക്കുന്നതിന്റെ അല്ലേ പറഞ്ഞ കേട്ടില്ലേ? എന്റെ കംഫർട്ട് സോണാ ഇത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയി അറിയാതെ മെത്തയൊക്കെ എടുത്ത് വേണം മാറ്റിയേക്കാൻ. ആ പറയാം ഓക്കെ ഞാൻ പറഞ്ഞു വേണ്ട അവിടെ കിടന്നോട്ടെ. വന്നു പുരുതണ്ടി മാവേലി. ആരാന്ന് നോക്ക്. എന്താണ് അളിയാ ഇങ്ങനെ മുടങ്ങുന്നത്? എത്ര നാളായി അളിയനെ കണ്ടിട്ട്. ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നില്ല അല്ലേ? ഇവിടെ ഒരു അളിയനും പെങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. വാതോരാതെ കിടന്ന് അലക്കുന്നുണ്ട്. എന്തേലും ഉത്തരവാദിത്വം ഉണ്ടോ? സുഖമാണെന്ന് വെക്കാൻ വേണ്ടി വന്നത്. നിങ്ങളുടെ ഒരു ഗതി അതെന്നാ ഗതിയാ? അതോ ഗതി ഗതിയല്ല, നല്ല ഗതിയാണ്. എന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞായിരിക്കും. അല്ല, എന്റെ അവസ്ഥയുടെ ആയിരിക്കും പറഞ്ഞത്. ഹസിക്ക് ഒരു താങ്ക് യു പറയാ. പേര് പറഞ്ഞില്ലല്ലോ നീ. പേര് പറഞ്ഞിട്ടൊരു തള്ളി അങ്ങ് മറക്കുവാണ്. എന്റെ എല്ലാ തള്ളിയെന്ന് സത്യവാ. ഇന്ന് പൊട്ടാണ് കഴിച്ചത് നിങ്ങൾ ആദ്യമേ പറഞ്ഞു. ചെന്ന കണ്ട വൻ തള്ളി മറിക്കുക. പുരോഗതി. എന്തിന്റെ പുരോഗതി? എങ്ങനെ ഇരിക്കുന്നു അളിയ? വെങ്ങളെ തിരക്കാണ്. പിന്നെ മുടങ്ങാതെ ടീച്ചറിന്റെ ഇതിനകത്ത് പോകുന്നില്ലേ? ലൈവിൽ പോകുന്നില്ലേ? മറ്റവരുടെ ലൈവിലാ പോകുന്നത്. മനസ്സിലായി. എനിക്ക് പേരറിയത്തില്ല കേട്ടോ. റാഷിദ്. അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാ കിടക്കില്ല. ഏതാണ് അട്ട ഏതാണ് മെത്ത കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലേ? എനിക്ക് മനസ്സിലാവില്ല. പെങ്ങളുടെ ലൈവിൽ. പെങ്ങളുടെ ലൈവിൽ അട്ട നീ തന്നെ മെത്തയല്ലേ ഞാൻ പിടിച്ച് എന്നെ അട്ടയെന്ന് വിളിച്ച് ഞാൻ മിണ്ടത്തില്ല കേട്ടല്ലോ. ഞാൻ പിണങ്ങും. എന്നെ അട്ടയെന്ന് വിളിച്ചാൽ ഞാൻ പിണങ്ങും 100%. അയ്യോ, നീ പിണങ്ങിയ മിണ്ടായിരിക്കുവാ. ഇന്ന് ഞാനും അട്ടയെന്ന് വിളിക്കട്ടെ. ഞാൻ പോകുന്നത് അളിയാൻ പോകുന്നു. ക്രൗൺ എൻ്റെ തലയിൽ തന്നെ. ഞാൻ പോകുന്നു. ഇനി വന്നവരെ ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം. എന്താണ് നമ്മൾ മുഞ്ചുള്ളവർ ഒരിക്കലും പുറകിലേക്ക് പോകാൻ പാടില്ല അല്ലേ ഷംന? മുഞ്ചുള്ളവർ എപ്പോഴും മുന്നിൽ നിൽക്കണം. ഫുഡ് കഴിച്ചായിരുന്നോ? മാർച്ച് 3 സുന്ദരി മുന്നിലേക്ക് വരും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസം ഏത് മാസം പറയും? സെപ്റ്റംബർ ഇഷ്ടമായിരുന്നു. പക്ഷെ സെപ്റ്റംബറിൽ ഇപ്പോൾ ഒരു സങ്കടം കൂടെ ഉള്ളത് കൊണ്ട് സെപ്റ്റംബറിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പം. കഴിച്ചില്ലെന്ന്. പകരം ഇനി മാർച്ചിന് ഇഷ്ടപ്പെടാം. മാർച്ച്